പിന്നെ ലൈറ്റുള്ളതുകൊണ്ടും തീപ്പെട്ടികൊണ്ടും നേരെ കത്തി ഒരു തിരി എടുക്കുക. തിരി നനച്ചിട്ട് തിരിയോണ്ട് ഒരു തിരി കൂടി അമ്മമാര് നേരിട്ടിരുന്നു ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം സത്വബുദ്ധി പ്രകാശായ ദീപജ്യോതിർനമോ നമഃ. ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം സത്വബുദ്ധി പ്രകാശായ ദീപജ്യോതിർനമോ നമഃ. ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം സർവബുദ്ധി പ്രകാശായ ദീപജ്യോതിർനമോ നമഃ. ഗോകുല പ്രാർത്ഥന കാണാലോ. ഗോകുല പ്രാർത്ഥന എത്രയല്ല പഠിക്കുന്നത്? അദ്വൈത്. രണ്ടാമതൊന്നില്ലാത്ത അദ്വൈത്. അതേ പഠിക്കുന്ന ക്ലാസ്സും കൂടി പറയാ. പറയോ? പറയണട്ടോ. അപ്പൊ പിന്നെ ക്ലാസ്സിൽ എല്ലാ ഞായറാഴ്ചയും വരുമോ? എല്ലാവരും വരാറുണ്ടോ? എല്ലാവരും വരാറുണ്ടോ? എല്ലാവരും വരണം, എല്ലാവരും വരണം. കൂടെ ഉള്ളവരെ ഇനിയും പിന്നെ കൂടുതൽ ആൾക്കാരെ വരുത്തണം. രാവിലെ എത്രയ്ക്കാ ഉണരുക? എത്രയ്ക്കാ? ഉണർന്ന ആദ്യം എന്താ ചെയ്യുക? എന്ത് ചൊല്ലുവോ? ഓ, അത് തന്നെയാണ് ചൊല്ലണ്ടേ. കരാഗ്രെ സരസ്വതി
കൈത്തലെ ലക്ഷ്മി വാണിയെ ഗോവിന്ദനെയും വന്ദിച്ചു തിരുനാമങ്ങൾ ചൊല്ലണം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആ, അപ്പം നിങ്ങൾ പറഞ്ഞ തന്നെയാണത്. ഇപ്പം നിങ്ങൾ പറഞ്ഞത് തന്നെയാണത്. കരാഗ്രേ വസതേ ലക്ഷ്മി. അഗ്രം എന്ന് പറഞ്ഞാൽ എന്താ? അറ്റം. കയ്യിൻ്റെ അറ്റത്ത് ആരിയ്ക്കണു? ആരായിരിക്കണേ? ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി ധനത്തിൻ്റെ ദേവതയാണ്. നമുക്ക് ധനം കൂടാതെ ജീവിക്കാൻ കഴിയുമോ? കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ. കരമധ്യം എന്ന് പറഞ്ഞാൽ സരസ്വതി. സരസ്വതി ആരുടെ ദേവതയാണ്? അറിവിൻ്റെ ദേവതയാണ്. അപ്പം നമുക്ക് ധനം മാത്രം ഉണ്ടായാൽ മതിയോ? പോരാ, അറിവുണ്ടാവണം. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലം എന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ കൈപ്പത്തിയുടെ അവസാനം. ഗോവിന്ദൻ. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അടിസ്ഥാനപരമായിട്ടുള്ള ഇതല്ല. അവരെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം രാവിലത്തെ എഴുന്നേൽക്കൽ. അപ്പോൾ പിന്നെ ഒക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം. അറിയണോണ്ടാണത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ക്ഷേത്രം 2 ക്ഷേത്രമാണ്. ഏതൊക്കെയാണ്? ഒന്ന് അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണത്? അതിന്റെ അപ്പുറത്ത് വേറെ എഴുതി വെച്ചിട്ടുണ്ട്. അതോ സർവവിഘ്നങ്ങളും ഇല്ലാതെയാക്കുന്നത്, തടസ്സങ്ങൾ ഇല്ലാതെയാക്കുന്നത് ആരാണ്? സർവവിഘ്നോപശാന്തയെ. അറിവ് തന്നിട്ട് നമ്മളെ പിന്നെ ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാക്കി തരുന്നത് സർവശക്തനായ ജഗദീശ്വരനാണ്. ആ ജഗദീശ്വരനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ നമുക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. രാമൻ്റെ കഥ, രാമായണ കഥ കുറച്ച് പറയണോ? രാമൻ ആരെ മകനാ? അറിയോ? അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. അറിയില്ലെങ്കിൽ ആക്ഷേപിക്കാനല്ല ചോദിക്കണ്ടേ. രാമൻ ആരെ മകനാന്ന് അറിയോ? ആരെ മകനാ? ദശരഥൻ. ദശരഥന്റെ രാജ്യം ഏതാ അറിയോ? അയോധ്യ. രാമന്റെ അമ്മേനെ അറിയോ? അമ്മ ആരാന്നറിയോ? ആരാ? കൗസല്യ. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഇത്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയും ചെയ്യും. അപ്പൊ അയോധ്യ എന്ന് പറഞ്ഞ രാജ്യം, അവിടെ ദശരഥ മഹാരാജയെ പറഞ്ഞൊരു മഹാരാജാവ്, അദ്ദേഹത്തിന് 3 പത്നിമാരുണ്ട്. പത്നിമാർ പറഞ്ഞാൽ ഭാര്യമാർ. 3 ഭാര്യമാരുണ്ട്. 3 ഭാര്യമാരുണ്ടെങ്കിലും കുട്ടികളൊന്നുമില്ല, മക്കളൊന്നുമില്ല. അപ്പോൾ ആ ഒരു ദുഃഖം ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിന് പ്രായം കൂടി വരുവാണ്. അപ്പോൾ ഒരു ദിവസം ഈ രാജാക്കന്മാർക്കൊക്കെ കുലഗുരുക്കന്മാരുണ്ടാവും. അവരുടെ ആ പിന്നെ രാജധാനിയിൽ ഗുരുക്കന്മാരുണ്ടാവും. ഗുരു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അജ്ഞാനത്തെ ഇല്ലാതെയാക്കി വിജ്ഞാനം തരുന്ന ആൾക്കാരെയാണ് ഗുരു എന്ന് പറയുക. ഗു ശബ്ദം അന്ധകാരസ്യ രു ശബ്ദം തന്നിരോധക. അജ്ഞാനത്തെ, അന്ധകാരത്തെ നീക്കുന്നത് ആരോ അതാണ് ഗുരു. അപ്പോൾ ആ അയോധ്യയിലെ കുലഗുരു ആരാന്നറിയോ? അറിയില്ല? അറിയാണെങ്കിൽ പറയൂ. വസിഷ്ഠ മഹർഷി. ഒരു ദിവസം മക്കളില്ലാത്ത ദുഃഖം ആരോട് പറഞ്ഞു? കുലഗുരു വസിഷ്ഠനോട് പറഞ്ഞു. ആര് പറഞ്ഞു? ദശരഥ മഹാരാജാവ് പറഞ്ഞു. പുത്രന്മാരില്ലായകയാൽ എനിക്ക് രാജാതി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും. രാമായണത്തിലൊരു വരിയാണ്. എനിക്ക് മക്കളില്ല, പ്രായം കൂടി വരികയാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ അവകാശം ഏൽപ്പിച്ചു കൊടുക്കാൻ അവകാശികളില്ല, അതുകൊണ്ട് എനിക്ക് ദുഃഖമാണെന്ന് പറഞ്ഞു.
അപ്പോൾ അയാൾ പിന്നെ ഗുരു എന്താ പറഞ്ഞ അറിയോ? ഗുരുവിനറിയാം എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ ഗുരുവിനറിയാം. ഗുരു പറഞ്ഞത് എന്താ അറിയോ? നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും, അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. നരപതി എന്ന് പറഞ്ഞ രാജാവേ, നിങ്ങൾക്ക് 4 പുത്രന്മാരുണ്ടാവും, അത് നനച്ച് ബുദ്ധിമുട്ടണ്ട, വിഷമിക്കണ്ട എന്ന് രാജാവ് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞ? അതിന് പരിഹാരം എന്താ പറഞ്ഞ അറിയോ? വൈകാതെ വരുത്തണം ഋഷ്യശൃംഖനയിപ്പോൾ ചെയ്യ നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. പുത്രകാമേഷ്ടി കർമ്മം, പുത്രൻ ഉണ്ടാവാൻ വേണ്ടി, സൽപുത്രന്മാരുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു യാഗമുണ്ട്. അത് ഋഷ്യശൃംഖൻ എന്ന് പറയുന്ന മുനിയാണത് നടത്തുക. അദ്ദേഹത്തിന് വൈകാതെ വരുത്തണം, ഇതിനൊക്കെ പരിഹാരം അദ്ദേഹം ഉണ്ടാക്കി തരുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. പിന്നെ യാഗശാലയൊക്കെ പണി തീർത്ത്, ശരീവതി എടുത്ത് യാഗശാലയൊക്കെ പണി തീർത്തു. അവിടെ പിന്നെ എല്ലാവരും തയ്യാറായി നിന്നു. അങ്ങനെ ഈ മഹായജ്ഞം നടത്തി, പുത്രകാമേഷ്ടി യാഗം നടത്തി. അങ്ങനെ ആ യാഗത്തിൽ നിന്ന് പിന്നെ അഗ്നിദേവൻ സ്വർണ്ണ പാത്രത്തിൽ പായസം കൊണ്ടുവന്ന് രാജാവിന് കൊടുത്തു. രാജാവ് വാങ്ങി. എങ്ങനെ വാങ്ങിയെന്നറിയോ? ഗുരുവിൻ്റെ സമ്മതപ്രകാരം, ഗുരുവിൻ്റെ അനുവാദപ്രകാരം അത് വാങ്ങി. അത് വാങ്ങിയിട്ട് എന്ത് ചെയ്തു അറിയാം? എത്ര ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞാൽ 3 ഭാര്യമാർ. 3 ഭാര്യമാർക്കും വേദിച്ചു കൊടുക്കേണ്ടതല്ലേ? അല്ല, അങ്ങനെയല്ല ചെയ്തത് എങ്ങനെ അറിയോ? കൗസല്യക്കും കൊടുത്തു, കൈകേയിക്കും കൊടുത്തു, സുമിത്രയ്ക്ക് കൊടുത്തില്ല. സുമിത്ര എന്ന് പറയുന്ന ഒരു ഭാര്യൻ്റെ പേര് കൈകേയി, ഒരു ഭാര്യൻ്റെ പേര് കൗസല്യ. ഏതായാലും രാജാവ് കൊടുക്കാത്ത പത്നിക്ക്, ഭാര്യയ്ക്ക് ആദ്യം കിട്ടിയ കൗസല്യക്ക് കിട്ടിയതിൻ്റെ പകുതി അങ്ങോട്ട് കൊടുത്തു. രാജാവ് കൊടുക്കാത്ത പിന്നെ രാജ്ഞിക്ക് അത് കണ്ട് കൈകേയും കൊടുത്തു. അങ്ങനെ അവർ ഗർഭം ധരിച്ചു. വളരെ പിന്നെ ഈശ്വര ഭക്തിയോടുകൂടി ഇത് സേവിച്ചു. അവർ ഗർഭം ധരിച്ചു. പിന്നെ പ്രസവത്തിൻ്റെ സമയമായി. ഗർഭവും പരിപൂർണമായി ചമഞ്ഞത് കാലം അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. അർഭകന്മാർ പറഞ്ഞ പുത്രന്മാർ, പുത്രികളല്ല, പെൺകുട്ടികളല്ല, ആൺകുട്ടികളാണ്. അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. എല്ലാ ഗ്രഹങ്ങളും ഉച്ച സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത്, ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. കൗസല്യൻ്റെ മകനായിട്ട് അച്യുതൻ, ശ്രുതിയില്ലാത്തവൻ, ഒരിക്കലും ദോഷമില്ലാത്തവൻ, കുറവില്ലാത്തവനായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള മഹാവിഷ്ണു ദിവ്യ അവതാരം ചെയ്തത് രാമനായിട്ടാണ്. രാമായണത്തിലോ ഭാഗവതത്തിലൊക്കെ പറയേ, എന്നെന്ന് ധർമ്മം കുറഞ്ഞ് അധർമ്മം വർദ്ധിച്ചിടും, അന്നന്ന് നാരായണൻ വന്ന് അവതരിക്കും. അത് തന്നെ ഗീതയിൽ പറയും, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അപ്പോൾ ഈ രാജ്യത്ത് അധർമ്മം വർദ്ധിക്കാൻ തുടങ്ങി. ദശരഥ മഹാരാജാവിൻ്റെ ആ രാജ്യത്ത് ലോകത്ത് അധർമ്മം വർദ്ധിക്കാൻ തുടങ്ങി. ആ സമയത്ത് പിന്നെ പരമശിവനും പിന്നെ ബ്രഹ്മാവും എല്ലാവരും കൂടി, ദേവന്മാരും ഒക്കെ കൂടി പോയി പാലാഴി പോയി പത്മനാഭനായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ആ ഭഗവാനെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ വേണ്ടു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പിന്നെ ഈ രാവണ രാക്ഷസനെ കൊണ്ട് ലോകം മുഴുവൻ മുടിഞ്ഞു പോവുകയാണ്, അതിനൊരു പരിഹാരം വേണം, അങ്ങ് അതിന് പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നെ ഭക്തിയോടുകൂടി സേവിക്കുന്ന ഒരു പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ സേവിച്ചിരുന്ന ഒരാളാണ് കൗസല്യാദേവി. അവൾ ഇപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യയാണ്. അവർക്ക് മകനായിട്ട് ഞാൻ വരാം എന്ന് അവർക്ക് വാക്ക് കൊടുത്തു. അപ്പോൾ ആ വാക്ക് പാലിക്കാനാണ് ഭഗവാൻ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. പിന്നെ ശ്രീരാമൻ്റെ നക്ഷത്രം എന്താണെന്നറിയോ? നാളെന്താ അറിയോ? പുണർന്നു.
നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി. ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളും ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന സമയത്താണ് പിന്നെ പ്രസവിച്ചത് കൗസല്യായി. സാധാരണ ചെറിയ കുട്ടിയായിട്ടല്ല കണ്ടിട്ടുള്ളത്, ശംഖ് ചക്ര ഗദാ പത്മങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പിന്നെ മഹാവിഷ്ണുവിൻ്റെ ദിവ്യരൂപമാണ് പ്രസവിച്ച അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ പറഞ്ഞു, പിന്നെ ഈ ദിവ്യരൂപം എനിക്ക് കാണാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല, എനിക്ക് ചെറിയ കുട്ടിയായിട്ട് പൈതലായിട്ട് കിടന്ന് എടുത്തു വളർത്താൻ തക്ക രീതിയിലാവണം തന്നെ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഒന്നും അറിയാത്ത മാതിരി ചെറിയൊരു കുട്ടിയായി. പിറ്റേ ദിവസം കൈകേയി പ്രസവിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം സുമിത്ര പ്രസവിച്ചു. കൈകേയി പ്രസവിച്ച കൈകേയിൻ്റെ മകൻ്റെ പേരെന്താ അറിയോ? ഭരതൻ. പിന്നെ സുമിത്രേൻ്റെ 2 മക്കളെ പേരറിയോ? എന്താണ്? ഒന്ന് ആ കുട്ടിയൊക്കെ ആ പേര് വരാൻ എന്താ കാരണം എന്നറിയോ? ഇപ്പം ഈ കുട്ടികളുടെ ലക്ഷണം നോക്കിയാൽ പിന്നെ ആചാര്യന്മാർക്കറിയും ഈ കുട്ടി എങ്ങനെ കുട്ടിയാവും, ഈ കുട്ടീൻ്റെ ഭാവി എന്താവും എന്നൊക്കെ. ചെറിയ കുട്ടി പ്രസവിച്ച ഉടനെ ആ കുട്ടീനെ കാട്ടിക്കൊടുത്താൽ ആ കുട്ടീൻ്റെ ഗുണദോഷങ്ങളൊക്കെ അറിയും. അപ്പോൾ ഈ രാമന് പേര് വരാൻ എന്താ കാരണം എന്നറിയോ? നിങ്ങളൊക്കെ രാമായണം വായിക്കണം, കുറച്ച് വലിയ കുട്ടികളൊക്കെ രാമായണം വായിക്കണം. പിന്നെ സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമനെന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. രാമന് പേര് അതിടാൻ കാരണം എന്താ? സമസ്ത ലോകങ്ങളും ആത്മാവാകുന്ന രാമനിൽ രമിക്കുക എന്നാൽ സന്തോഷിക്കുക, ആനന്ദിക്കുക. അപ്പോൾ ഈ സമസ്ത ലോകങ്ങളും ആത്മാവാകുന്ന രാമനിൽ ആനന്ദിക്കുന്നത് കൊണ്ട് ആ കുട്ടിക്ക് പേരിട്ടത് എന്താണ്? രാമൻ. പിന്നെ മറ്റേ കുട്ടീനെ നോക്കി, ഏത്? കൈകേയിൻ്റെ കുട്ടീനെ നോക്കി. ആ കുട്ടീൻ്റെ ലക്ഷണം കണ്ടപ്പോൾ ഭരതനിപുണനാം കൈകേയീതനയന് ഭരനരെന്നു നാമം അരുളി ചെയ്തു മുനി. രാജ്യം ഭരിക്കാൻ ഏറ്റവും കഴിവുള്ള ആളാണെന്നുള്ള ആ രീതിയിൽ ആ കുട്ടിക്ക് ലക്ഷണമൊക്കെ ഉണ്ട്. ആ കുട്ടിക്ക് അങ്ങനെ വരും. പിന്നെ എല്ലാ ലക്ഷണങ്ങളും ഒത്തൊരു കുട്ടിയാണ് സുമിത്രേൻ്റെ ആദ്യത്തെ കുട്ടി. ലക്ഷണാന്വിതനായ സുമിത്രാതനയനെ ലക്ഷ്മണനെന്നു നാമം അരുളി ചെയ്തു മുനി. പിന്നെ മറ്റേ കുട്ടീനെ നോക്കുമ്പോൾ ആ കുട്ടിക്ക് പിന്നെ എന്താണ് അതിൻ്റെ കഴിവ് ചോദിച്ചാൽ ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്ന് സുമിത്രാത്മജ അവരജൻ എന്ന ചെറിയ കുട്ടിക്ക് അങ്ങനെ പേരിട്ടു. അപ്പോൾ ഈ കുട്ടികളൊക്കെ പേരിടാൻ അങ്ങനെയാണ് കാരണം. അതോടുകൂടി പിന്നെ ദശരഥ മഹാരാജാവിന് ആനന്ദമായി, സന്തോഷമായി. ഈ പുത്രജന്മത്തെ അറിയിച്ച ആൾക്കാർക്കൊക്കെ പശു, വസ്ത്രം, ധനം ഇതൊക്കെ ധാരാളം ദാനം ചെയ്തു. അങ്ങനെയാണ് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും പിന്നെ ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ഒക്കെ കഥകൾ. അവരെ ഉത്ഭവം അങ്ങനെയാണ്. പക്ഷേ ഇരട്ട പ്രസവിച്ച കുട്ടികളാണ് ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് കളിക്കുക, ഒരുമിച്ച് പഠിക്കുക. ഇതൊക്കെ ഇരട്ട കുട്ടികളാണ് ചെയ്യുക. പക്ഷേ ഇരട്ട കുട്ടികളിൽ അങ്ങനെ അല്ല ഇവിടെ ഉണ്ടായത്. ഇവിടെ എന്താ ഉണ്ടായത് എന്നറിയോ? ഇവിടെ ഒറ്റ പ്രസവിച്ച രാമൻ്റെ കൂടെയാണ് സുമിത്ര പ്രസവിച്ച ആദ്യത്തെ കുട്ടിയായ ലക്ഷ്മണൻ നടക്കലാണെങ്കിലും കളിക്കലാണെങ്കിലും പഠിക്കലാണെങ്കിലും ഒക്കെ. അതേമാതിരി തന്നെ പിന്നെ മറ്റൊരു കുട്ടി ഭരതൻ്റെ കൂടെയാണ് പിന്നെ നിൽക്കുക. ഇതെന്താ കാരണം എന്നറിയോ? പായസാംശാനുസാരവശാൽ അമ്മമാർ പായസം സ്നേഹത്തോടുകൂടി പിന്നെ കൊടുത്തത് കൊണ്ട് ആണ്. പിന്നെ രാജാവ് കൊടുക്കാത്തൊരു ഭാര്യയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ സന്തോഷത്തോടു കൂടി കൊടുത്തത് കൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് നടക്കാനുള്ള പതിണ്ടായത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന പിന്നെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ സ്വഭാവമായി മാറും. അപ്പോൾ നല്ല സ്വഭാവം ഉണ്ടാവണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല രീതിയിൽ പെരുമാറണം. അങ്ങനെ ആകുമ്പോൾ നല്ല സ്വഭാവം നമുക്കുണ്ടാവും. നല്ല സ്വഭാവമാണ് നമുക്ക് വേണ്ടത് നല്ല സ്വഭാവമാണ്. ആര് കണ്ടാലും തിരക്കില്ല എന്ന് തോന്നണം. അത് പിന്നെ തോന്നിക്കാൻ വേണ്ടിക്കാണ്ട് മാത്രം അഭിനയിക്കല്ല, അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം അങ്ങനെ ആവണം. അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത് നമ്മളെ രാജ്യം. എല്ലാവരും അങ്ങനെയായിരുന്നു. നീണ്ട കാലം കൊണ്ടാണ്
പിന്നീടൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികൾ നല്ല കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ, നല്ല കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള സദസ്സ് വേണം. അതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഈ ക്ലാസ്സിന് എന്താ പറയുക? ബാലഗോകുലെന്നോ ബാല സംസ്കാര കേന്ദ്രം എന്നോ എന്താ പറയുക? ബാലഗോകുലം. ബാലഗോകുലം. ബാലിക ബാലന്മാർ ഒരുമിച്ച് കൂടിച്ചേർന്ന് നല്ല കാര്യങ്ങളെ പറ്റി പറയുന്നത് കേൾക്കാനും അത് പിന്നെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും ആണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു കാലത്ത് വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസമല്ലായിരുന്നു. അതിനെന്താ പറയുക അറിയോ? ആ കാലത്ത് പഠിക്കാനുള്ള സംവിധാനമല്ല. ആ കാലത്ത് എന്താ പറയുകയെന്നറിയോ? ഗുരുകുല വിദ്യാഭ്യാസം. ഗുരുവിൻ്റെ ആശ്രമത്തിൽ പോയിട്ടാണ് കുട്ടികൾ പഠിക്കുക. അവിടെ തന്നെ താമസിക്കുക, അവിടെ തന്നെ ഭക്ഷണം കഴിക്കുക, ഗുരു പറയണതൊക്കെ അനുസരിക്കും. രാജാവിൻ്റെ കുട്ടി ഉണ്ടാവും, പാവപ്പെട്ടവൻ്റെ കുട്ടി ഉണ്ടാവും, എല്ലാ കുട്ടികളും സമന്മാരായിട്ട് അവിടെ നടക്കും. അങ്ങനെ ഒരു ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസമാണ്. അത് വേണ്ടത് തന്നെയാണ്. ശമ്പളം വാങ്ങാൻ തീർച്ചയായിട്ടും വേണ്ടതാണ്. ശമ്പളം വാങ്ങാൻ പിന്നെ പഠിക്കണമല്ലോ, ധനം ഉണ്ടാവണമല്ലോ. പക്ഷേ അത് ധാർമ്മികമായിട്ടാവണമെങ്കിൽ പിന്നെ ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസം. ഗു എന്നുള്ള ശബ്ദം അന്ധകാരത്തെ സൂചിപ്പിക്കുന്നു. രു എന്ന് പറയുന്ന അക്ഷരം അതിനെ നിരോധിക്കുന്നു. അന്ധകാരത്തെ, അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നത് എന്താണ്? രു എന്നുള്ള അക്ഷരം. ഗു ശബ്ദം അന്ധകാരസ്യ, രു ശബ്ദം സന്നിരോധക. അപ്പോൾ അന്ധകാരത്തിനെ നിരോധിക്കുന്നത് എന്താണ്? രു എന്നുള്ള അക്ഷരം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നല്ല കാര്യത്തിൽ കൂടെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നഷ്ടമില്ലാത്ത ലാഭമാവും. മറ്റ് വസ്തുക്കളൊക്കെ നമുക്ക് പിന്നെ ഭൗതിക വസ്തുക്കളൊക്കെ ഇന്നില്ലാത്തത് നാളെ ഉണ്ടാവും, ഇന്നുള്ളത് നാളെ ഇല്ലാതെയാവും. ഇതൊരിക്കലും നഷ്ടപ്പെടില്ല. ഏത്? ഈശ്വരനെ സംബന്ധിക്കുന്ന അറിവ് നേടിയാൽ ഒരിക്കലും നഷ്ടമാവില്ല. ആ നഷ്ടമില്ലാത്ത ലാഭമാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മളെ തരുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രാർത്ഥന ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. വിദ്യയെ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറക്കൊന്ന് ചൊല്ലുക. വിദ്യയെ ഗണേ വിജയമേ ഗണേ വിശ്വദർശനമേ ഗണേ വിനയമേ ഗണേ സഹനമേ ഗണേ വിശ്വദർശനേ അക്ഷരം ഗുരുവൃന്ദത്തെയും നിത്യം പൂജിക്കാൻ കഴിയണേ. സഹജോടും കരുണയുള്ളേ സത്യമോടുവാൻ ശക്തിയേകണേ സജ്ജനങ്ങൾ കൂട്ടാകണേ. സുഖദുഃഖങ്ങളെ സമമായി കാണുവാൻ സകലേശായെന്നിൽ കനിയണേ. നിത്യവും നാമപുഷ്പങ്ങൾ എൻ്റെ നാവിൽ വിരിയണേ. മാനസ ശ്രീകോവിലിൽ പൂജാബിംബമായി തീരണേ. നൊന്തു പ്രാർത്ഥിക്കും നേരമേപ്പോഴും നെഞ്ചിൽ സാന്ത്വനമേ അറിവായെന്നും വിളങ്ങണേ. വിദ്യയേ ഗണേ വിജയമേ ഗണേ വിശ്വദർശനമേ ഗണേ വിനയമേ ഗണേ സഹനമേ ഗണേ വിശ്വദർശനായി തീർക്കണേ. വിദ്യ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താ വിദ്യ പറഞ്ഞാൽ? അറിവ്. അറിവ് പറഞ്ഞാൽ ഏതറിവ്? ഈശ്വരനെ സംബന്ധിക്കുന്ന അറിവാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ പറയുന്ന അറിവ്. ഈശ്വരനെ അറിയാനുള്ള പ്രാർത്ഥനയാണ് വിദ്യയേകണേ വിജയമേകണേ
വിശ്വദാസനായി തീർക്കണേ. ദാസൻ തന്നെ എന്താ അറിയോ, പിന്നെ അനുസരിക്കുന്നവനാണ്, ലോകത്തിനെ മുഴുവൻ അനുസരിക്കുന്നവനാവണം. ശ്രീകൃഷ്ണ ഭഗവാൻ ആരായിരുന്നു അറിയോ? ലോകത്തിൻ്റെ മുഴുവൻ പിന്നെ രക്ഷിതാവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ് ചെയ്തത്? മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ അങ്ങോട്ട് ഓടിക്ക് ഇങ്ങോട്ട് ഓടിക്ക്, അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് പറഞ്ഞ് ഭഗവാനെ അങ്ങനെ നിയന്ത്രിക്കുന്ന ആളായിരുന്നു അർജുനൻ. ശ്രീകൃഷ്ണ ഭഗവാനെ അറിയാത്തത് കൊണ്ടാണ്, ഭഗവാന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ വിശ്വദർശനം ഏകണേ, വിശ്വദാസനായി തീർക്കണേ. വിശ്വദാസനായി തീരുമ്പോൾ വിശ്വത്തിൻ്റെ യജമാനനായി തീരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അറിവ് നേടേണ്ടത്. പിന്നെ ആ അറിവിനെ പറ്റി എങ്ങനത്തെ പിന്നെന്താ തുടർന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ എന്നും അനുഷ്ഠിക്കേണ്ട നമുക്ക് വേണ്ട എല്ലാ സൽഗുണങ്ങളും അടങ്ങിയ പ്രാർത്ഥനയാണ്. അച്ഛൻ, അമ്മ, ഗുരു, വൃന്ദം. വൃന്ദം എന്ന് പറഞ്ഞാൽ എന്താ? വൃന്ദം എന്ന് പറഞ്ഞാൽ എന്താ അറിയാങ്ങ പറഞ്ഞാൽ മതി. ഗുരുവൃന്ദം. വൃന്ദം എന്ന് പറഞ്ഞാൽ കൂട്ടം. ഗുരു ഒന്നല്ല. അച്ഛനും അമ്മയൊക്കെ എത്രയുള്ളൂ? ഒരച്ഛനും ഒരമ്മയല്ലേ? ഗുരു അങ്ങനെയല്ല, ഗുരുവൃന്ദം. കാരണം ഓരോ അറിവും നമ്മൾ ഓരോരുത്തരിൽ നിന്നാണ് പഠിക്കുന്നത്. എത്രയോ ആൾക്കാരിൽ നിന്നാണ് നമ്മൾ ഓരോ അറിവ് നേടുന്നത്. അതുകൊണ്ട് ഗുരുവൃന്ദം. വൃന്ദം എന്ന് പറഞ്ഞാൽ കൂട്ടം. വൃന്ദം എന്ന് പറഞ്ഞാൽ കൂട്ടം. ഗുരുക്കന്മാർ കൂട്ടം ഉണ്ടാവും, അധികം ഉണ്ടാവും. അച്ഛനും അമ്മയും ഒന്നേ ഉണ്ടാവുള്ളൂ. ഗുരുവൃന്ദത്തെ നിത്യം പൂജിക്കാൻ കഴിയണേ. പിന്നെ പറഞ്ഞ എന്താ അറിയോ? സത്യമോതുവാൻ ശക്തിയേകണേ, സജ്ജനങ്ങൾ കൂട്ടാകണേ. സജ്ജനങ്ങൾ ആരാണ് സജ്ജനങ്ങൾ? നല്ലത് പറയുക, നല്ലത് കേൾക്കുക, നല്ലത് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സജ്ജനങ്ങൾ. അങ്ങനത്തെ ആൾക്കാർ കൂട്ടുകാരാവണം. അങ്ങനത്തെ ആൾക്കാർ കൂട്ടുകാരാകുമ്പോൾ നമുക്ക് അവരുടെ സൽഗുണങ്ങൾ നമ്മൾക്ക് പകർന്നു വരും. ദുർജനങ്ങൾ കൂട്ടുകാരായി കഴിഞ്ഞാൽ അവരുടെ ദോഷം നമ്മളിൽ വന്നു ചേരും. ഒരിക്കൽ ഒരു കുട്ടി, സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, നല്ല അനുസരണമുള്ള കുട്ടി, ഏത് വിഷയത്തിലും ഉയർന്ന മാർക്കോട് കൂടി പിന്നെ ജയിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് ഒരു ദുസ്സംഗം ഉണ്ടായി. ദുസ്സംഗം തന്നെ ദുഷിച്ച ആൾക്കാരുമായിട്ടുള്ള കൂടിച്ചേർച്ചുണ്ടായി. എന്താ ഉണ്ടായതെന്നറിയോ? ഈ പിന്നെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽക്കണ ഒരു ചെറുപ്പക്കാരനെ ഈ കുട്ടി കണ്ടു. ആ കുട്ടി കണ്ടു ആ ചെറുപ്പക്കാരൻ കുട്ടീനെ കണ്ടുപിടിച്ചു, നല്ല കുട്ടീനെ കണ്ടുപിടിച്ചു. എന്നിട്ട് പിന്നെ മോൻ്റെ വീട് എവിടെയാ ചോദിച്ചു. അപ്പോൾ പഴയ കാലത്തൊക്കെ ഇത്ര അടുത്തൊന്നും സ്കൂളുണ്ടാവില്ല, 2 മൈൽ അകലാണ്. അയ്യോ നീ എങ്ങനെ പോവുകയാണ്? ഞാൻ നടന്നു പോവുക കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത്രയും ദൂരം നടക്കണ്ട, ഞാൻ എൻ്റെ ബൈക്കുമ്മ കൊണ്ടാക്കി തരാം. അങ്ങനെ 2-4 ദിവസം അവിടെ കൊണ്ടാക്കി, 5-6 ദിവസം അവിടെ കൊണ്ടാക്കി. ഒരു പ്രതീക്ഷയൊന്നുമില്ല. ഈ കുട്ടിയെ സ്കൂളിൽ വിടുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഉണ്ടാവും, വണ്ടിമക്കായിരിക്കോ ബൈക്കുമക്കായിരിക്കോ പറഞ്ഞ് അവിടെ കൊണ്ടാക്കി പോരും. ഏട്ടാ ഞാൻ നടന്നു പോയിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വക വെക്കാതെ അങ്ങനെ കൊണ്ടുപോയി. ഒരു ദിവസം 5-6 ദിവസം 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു ദിവസം ഇവൻ്റെ വിരലുമ്മ എന്തോ തോണ്ടിയിട്ട് ഈ കുട്ടീൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് നാവുമ്മൽ വെച്ച് നോക്കിയാൽ പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി അത് വൃത്തികെട്ടാണ്, വേണ്ടാത്തതാണെന്ന്. അപ്പോൾ എൻ്റെ അച്ഛൻ, അമ്മ, സാറ് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും കണക്കാക്കണ്ട, നീ ഇതൊന്ന് പിന്നെ ഇനി ഒരിക്കലും ഇത് ഉപയോഗിക്കുകയും ചെയ്യരുതെന്ന് ഒരു ഉപദേശവും കൊടുത്തു. അത് മയക്കുമരുന്നായിരുന്നു. ആ കുട്ടി അത് വായിൽ വെച്ചു. അപ്പോൾ അത് തരക്കേടില്ലാന്ന് തോന്നി. പിറ്റേ ദിവസം കൊടുത്തപ്പോൾ മടി കൂടാതെ വാങ്ങി. അങ്ങനെ 5-6 ദിവസം വെറുതെ കൊടുത്തിട്ട് ഒരു ദിവസം വീട്ടിൽ കൊണ്ടാക്കി പോന്നപ്പോൾ ഞാൻ പറയണത് മനസ്സിലായല്ലോ. വീട്ടിൽ കൊണ്ടാക്കി പോന്നപ്പോൾ കൊടുക്കാതെ നിന്നപ്പോൾ ഏട്ടാ അത് കുറച്ച് വേണമല്ലോ പറഞ്ഞു. എടോ ഇത് പൈസ കൊടുത്തിട്ട് കിട്ടുന്നതാണ്, ഇതിന് വലിയ ചിലവുള്ളതാണ്, എനിക്ക് പൈസ ഒന്നുമില്ല, നിനക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു അറിയോ? ഈ ചെറിയ പൊതി കുറേ പിന്നെ മയക്കുമരുന്നിൻ്റെ പൊതി വാരിയിട്ട് കൊടുത്തു ഈ കുട്ടീൻ്റെ കയ്യിൽ. നല്ല കുട്ടി, അനുസരണമുള്ള കുട്ടി, എല്ലാ വിഷയങ്ങളിലും നല്ലോണം പഠിക്കുന്ന കുട്ടി, അധ്യാപകർക്കൊക്കെ വളരെ നല്ല പിന്നെ അഭിപ്രായമുള്ള കുട്ടി.
ആ കുട്ടി പിന്നീട് എന്ത് ചെയ്തെന്നറിയോ, ഈ കൂട്ടുകാർ ഒക്കെ കൊടുത്ത് ആ കൂട്ടുകാരെ ഈ കുട്ടീൻ്റെ ദോഷവും ഇല്ലാതെയായി. അതാണ് ദുർജന സംസർഗം കൊണ്ട് ഉണ്ടാകുന്ന ദോഷം. സജ്ജനങ്ങളായി ചേരുന്ന സമയത്ത് രാമായണം എഴുതിയത് ആരാന്നറിയോ? രാമായണം വാൽമീകി. വാൽമീകിന്റെ മുമ്പത്തെ പേരെന്താണെന്നറിയോ? അറിയോ? രത്നാകരൻ. രത്നാകരൻ എന്ന് പറഞ്ഞൊരു കാട്ടാളൻ. ആ കാട്ടാളൻ്റെ തൊഴിൽ എന്താ അറിയോ? കളവ്, കൊല, ചതി, വഞ്ചന, ഇത് മാത്രമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനൊരു സത്സംഗം ഉണ്ടായത്. സത്സംഗം എന്ന് പറഞ്ഞാൽ ഒരു 7 മഹാത്മാക്കൾ അദ്ദേഹത്തിൻ്റെ കുടിലിൻ്റെ അതിൽ പോയി. അപ്പോൾ അവരെ ആക്രമിക്കാൻ വേണ്ടി ചെന്നു. പക്ഷെ അവരെ എത്തിക്ക് അടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഈ മഹാത്മാക്കളുടെ മുഖത്തു നിന്നുള്ള ആ ശോഭ നട്ടുച്ചയ്ക്ക്, വേനൽക്കാലത്ത് നട്ടുച്ചയ്ക്ക് നമുക്ക് സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുമോ? അത്രയും ശോഭയാണ്. അപ്പോൾ വിട്ട് നിന്നിട്ട് പറഞ്ഞു, പിന്നെ നീ ആരാണെന്ന് നമുക്ക് അവരങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ പേര് രത്നാകരനാണ്, ഞാൻ തട്ടിപ്പറിയും കൊള്ളയും ഒക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്. ഇപ്പം എന്തെങ്കിലും നിങ്ങളെ നിന്നും വാങ്ങാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെ അടുത്ത് കാര്യമായിട്ട് വിലപ്പിടിക്കുള്ളതൊന്നുമില്ല, കുറച്ച് വസ്ത്രം ഉണ്ടല്ലോ അത് വാങ്ങാൻ പിടിച്ച് പറിക്കാൻ വന്നതാണ് എന്നുള്ളതൊക്കെ തുറന്നു പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പാപമല്ലേ എന്ന്. ഇത് പാപമാണെങ്കിൽ, പാപം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇത് പാപമാണെങ്കിൽ ഞാനൊരു പാപ സമുദ്രത്തിലാണ്, ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അവലോകനം ചെയ്തു, ഈ 7 ആൾ മഹാത്മാക്കൾ. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് ചോദിച്ചു. എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരെ പുലർത്താൻ ഞാൻ ചെയ്യുന്ന പണിയാണ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ പാപഫലം അവരും കൂടി അനുഭവിക്കുമോ, നീ സ്വന്തം അനുഭവിക്കേണ്ടി വരുമോ എന്ന് ഒന്ന് ചോദിച്ചു വാ, അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഈ കാട്ടാളൻ ഭാര്യയും മക്കളോട് ചെന്നിട്ട് ചോദിച്ചു, പിന്നെ നിങ്ങൾ വയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പാപമാണെന്നാണ് പറയുന്നത്, അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമോ അതോ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടിയോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. നിത്യവും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം കർത്താവ്, ആ കർമ്മം ചെയ്യുന്ന ആളല്ലാതെ ആർക്കും ഞങ്ങൾക്ക് യാതൊരു പങ്കുണ്ടാവില്ല, നിങ്ങൾ എന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ മാരക ആയുധങ്ങളുണ്ടായിരുന്നു. കൊല്ലണ്ടവരെ കൊല്ലണം, തട്ടിപ്പറിക്കേണ്ടവരെ തട്ടിപ്പറിക്കണം, അതൊക്കെ ദൂരെ വലിച്ചെറിഞ്ഞ് തിരിച്ചു വന്ന് ഈ മഹാത്മാക്കളെ നമസ്കരിച്ച് പറഞ്ഞു, ഇതൊക്കെ പാപമാണെങ്കിൽ ഞാനൊരു പാപ സമുദ്രത്തിലാണ്, ഈ സമുദ്രത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പരസ്പരം അങ്ങനെ അവലോകനം ചെയ്തു. ഈ കാട്ടാളിന് എന്താ ഇപ്പം നമ്മൾ മന്ത്രം ഉപദേശിക്കുന്നത്? എന്ത് മന്ത്രം ഉപദേശിച്ചാൽ അയാൾക്ക് പിന്നെ സാധിക്കുക കഴിയില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ച കൂട്ടത്തിൽ അവർക്ക് തോന്നി 2 അക്ഷരമുള്ള മന്ത്രമാണ്. ഏത് രാമൻ. ആ മന്ത്രം ഉപദേശിക്കുക. അതും വ്യത്യസ്തരാന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം പറയുമ്പോൾ എന്തായി വരും? രാമനായി വരും. അങ്ങനെ അദ്ദേഹം ആ മന്ത്രം സ്വീകരിച്ചു. ആ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ തെറിച്ചു. മനസ്സിന് പരിവർത്തനം വന്നു. അതാണ് സജ്ജന സംസർഗം. സജ്ജനങ്ങളായിട്ട് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഗുണമാണ് ഈ പറയുന്നത്. നേരത്തെ പറഞ്ഞതോ ദുർജനങ്ങളുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഗുണമാണ് ആ മയക്കുമരുന്നിനെ കുട്ടി കണ്ടുപറ്റിയില്ലേ. ഏതായാലും ഈ ബാഹ്യബോധങ്ങളില്ലാതെ അയാൾക്ക്, ബാഹ്യബോധം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാട്ടുജന്തുക്കൾ വരുന്നുണ്ടോ ഉപദ്രവിക്കുമോ എന്നുള്ള അതൊന്നുമില്ല. വെറും മനസ്സ് ഏകാഗ്രമായിട്ട് പിന്നെ ഈ രാമനാമം ജപിച്ചുകൊണ്ടിരുന്നു. അത് 10 പ്രാവശ്യം കേട്ടപ്പോൾ രാമനായി തീർന്നു. അപ്പോൾ വിശപ്പില്ല, ദാഹമല്ല, ക്ഷീണമല്ല. നമുക്കുമൊക്കെ ചിലപ്പോൾ വിശപ്പും ദാഹവും ക്ഷീണമൊക്കെ ഇല്ലാതെയാവും. ഇപ്പോൾ വിശന്നിട്ട് പിന്നെ വയ്യ, എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇപ്പം മരിച്ചു പോകുന്നുള്ള ഭാവം വരുന്ന സമയത്തായിരിക്കും ഒരു ഏറ്റവും സന്തോഷമുള്ളൊരു വാക്ക് കേൾക്കുക. ഒരു ഉദാഹരണം പറയുക, ഒരു മകനോ മകളോ എവിടെയോ ദൂരെ പോയി, അല്ലെങ്കിൽ വിദേശത്ത് പോയി, ആ കുട്ടി ഇപ്പം വന്ന് പിന്നെ കരിപ്പൂരിൽ പിന്നെ വിമാനം ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടാൽ ആ അച്ഛനും അമ്മയ്ക്കും വിശപ്പും ദാഹവും ക്ഷീണവും ഇല്ലാതെയായി.
ഏത് ഭക്ഷണം കഴിച്ചിട്ടല്ല ഈ സന്തോഷ വാർത്ത കേട്ടതോടുകൂടി. അതുപോലെ പിന്നെ ആണ് നല്ല കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത്. ഏതായാലും ഇങ്ങനെ പിന്നെ അയാൾക്ക് ബാഹ്യബോധമില്ലാതെയായി. തന്നെയല്ല, കാലങ്ങൾ കുറേ കഴിഞ്ഞു. ചെതല് മണ്ണ് കൂട്ടി പുറ്റുണ്ടാക്കി ആ പുറ്റിൻ്റെ ഉള്ളിലായ സമയത്ത് കുറേ കാലം കഴിഞ്ഞ സമയത്ത് ആ മഹാത്മാക്കൾ അതിൽ തന്നെ തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ കാട്ടാളൻ ആക്രമിക്കാൻ വന്നത്. അവനൊക്കെ മരിച്ചു പോയി കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ ഉപദേശിച്ച മന്ത്രം ഇങ്ങനെ കേൾക്കാണ്ട് എവിടുന്നാണ് അറിയണമില്ല, ആരെയും കാണാനുമില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു പുറ്റിൽ നിന്നാണെന്ന് തോന്നി. ആ പുറ്റിൽ നിന്ന് പുറ്റ് തട്ടി നീക്കി ആ പുറ്റിൽ നിന്ന് ബോധം ജനിച്ചത് കൊണ്ടാണ് അവർ പേരിട്ടതാണ്. എന്ത് പേര്? വാൽമീകി. വാൽമീകം എന്ന് മൺപുറ്റിന് പേരുണ്ട്. സംസ്കൃതത്തിൽ എന്താ പിന്നെ വാൽമീകം പിന്നെ പറഞ്ഞാൽ മൺപുറ്റ്. അത് പിന്നെ വാൽമീകി രാമനോട് നേരിട്ട് പറയുന്നുണ്ട്. ശ്രീരാമൻ കാട്ടിൽ പോയല്ലോ. ആ കാട്ടിൽ പോയ സമയത്ത് വാൽമീകി ആശ്രമത്തിൽ ചെന്നപ്പോൾ അങ്ങയുടെ നാമം കൊണ്ടാണ് ഞാൻ അങ്ങനെ ആയി തീർന്നതെന്നൊക്കെ പറയുന്നുണ്ട്. വാൽമീക മധ്യതോ നിന്നു ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാർ അഭിദാനവും ചെയ്തു. വാൽമീകിയ മഹാശ്രേഷ്ഠൻ ഭവാനിനി ആമനായ വേദിയായി സർവജ്ഞനാകനീ. ആമനായ എന്ന് പറഞ്ഞാൽ വേദങ്ങളൊക്കെ നിനക്ക് പിന്നെ അറിവാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് വാൽമീകി എന്ന് പേരിട്ടത്. ആ വാൽമീകിയാണ് രാമായണം എഴുതിയത്. നമ്മളിപ്പോൾ വായിക്കുന്ന മലയാളത്തിലുള്ള അധ്യാത്മരാമായണമല്ല. ആ വാൽമീകി രാമായണം തന്നെ സംസ്കൃതത്തിലാണ്. ആ സംസ്കൃതം നമുക്കറിയാത്തത് കൊണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ നമുക്ക് വേണ്ടി എഴുതിയതാണ് ഇപ്പം നമ്മൾ വായിക്കുന്ന രാമായണം. അപ്പോൾ ആ രാമായണമൊക്കെ വായിക്കുക, ഭാഗവതമൊക്കെ വായിക്കുക, ഭഗവത്ഗീതയൊക്കെ വായിക്കുക. ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ശ്ലോകങ്ങൾ അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ശ്ലോകങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പറയാം, ഉണ്ടോ? ഒരു ശ്ലോകം ചൊല്ലുക. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ ഹിമകുർവത സഞ്ജയ. അപ്പോൾ ഈ ഭാഗവതം വായിക്കുക, രാമായണം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക. അതൊക്കെ പെട്ടെന്ന് മുഴുവൻ വായിക്കാൻ കഴിയുമോ? വേണ്ട. നമ്മൾ അതിനുള്ളൊരു മനോഭാവം നേടിയെടുക്കുക. അതിനുള്ളതാണ് ഈ ബാല സംസ്കാര കേന്ദ്രം എന്നോ അല്ലെങ്കിൽ ബാല പിന്നെ ഗോകുലം എന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലിക ബാലന്മാരെ സ്വഭാവം നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതൊരിക്കലും നഷ്ടമാവില്ല. ഇതായിരിക്കും നമുക്ക് ലാഭം, പിന്നെ നഷ്ടമില്ലാത്ത ലാഭം. അപ്പോൾ ഈ ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് അല്ലേ? ഈ സമയത്ത് തന്നെ ലക്ഷ്മി ദേവി മറ്റൊരു രാജ്യത്ത് ജനിച്ചിട്ടുണ്ട്. അതാരാ അറിയോ? ലക്ഷ്മി ദേവി ആരാ? ഉറക്കെ പറയേ. സീത. ഈ സീതയ്ക്ക് എന്താ പേര് വരാൻ കാരണം അറിയോ? അവിടെ ജനക മഹാരാജാവ്, മിഥില എന്ന് പറയുന്ന രാജ്യം, അവിടെ ജനക മഹാരാജാവാണ് രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു യജ്ഞം നടത്തണം. ആ യജ്ഞം നടത്താൻ വേണ്ടി യജ്ഞാചാര്യൻ പറഞ്ഞു രാജാവിനോട് തന്നെ ഈ യജ്ഞശാല ഉഴുത് നിരപ്പാക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഉഴുത് പോകുന്ന സമയത്ത് ഒരു ഉൾപ്പൊളിയിൽ നിന്ന് ഒരു പെട്ടി മറിഞ്ഞു. ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിലുണ്ടൊരു കുട്ടി. അതാണ് പിന്നെ സീത എന്ന് പറയുന്നത്. ഉൾപ്പൊളിക്ക് സീത എന്ന് സംസ്കൃതത്തിൽ പേരുണ്ട്. ഉൾപ്പൊളി എന്ന് പറഞ്ഞാൽ അറിയോ? കാള കൂട്ടുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു ചാലുണ്ടാവും. ആ ചാലിനാണ് ഉൾപ്പൊളി എന്ന് പറയുക. ആ ഉൾപ്പൊളിയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ആ കുട്ടിക്ക് പേരിട്ടത് എന്താണ്? സീത. അപ്പോൾ ഈ സീതൻ രാമനും പിന്നെ യോജിക്കണം. അതായത് അവർ തമ്മിൽ പരസ്പരം യോജിക്കണം. എങ്കിലേ രാവണനെ വധിക്കാൻ കഴിയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ദശരഥ മഹാരാജാവ് രാജ്യം ഭരിക്കുന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷി കാട്ടിൽ നിന്ന് ഇറങ്ങി വരിക, ഘോരമായ കാട്ടിൽ നിന്ന് ഇറങ്ങി വരിക. അത് നമസ്കരിച്ചിട്ട് ദശരഥൻ പറഞ്ഞു, അങ്ങ് വന്നത് വളരെ സന്തോഷം, അങ്ങക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോളാൻ പറഞ്ഞു. ആദ്യം ആവശ്യപ്പെട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമാവാസി തോറും
യാഗം നടത്താറുണ്ട്. ആ യാഗം ശരിക്കും നടത്താൻ സമ്മതിക്കാറില്ല ദുഷ്ടന്മാരായുള്ള രാക്ഷസന്മാർ. അത് രാവണൻ്റെ അനുയായികളാണ്. അതിൽ നേതാവാക്കന്മാരായിട്ടുള്ള രണ്ടാളുണ്ട്, മാരീചനും സുബാഹുവും. പിന്നെ അറ്റമില്ലാത്ത രാക്ഷസന്മാർ വന്ന് ഈ യാഗശാലയിൽ മലം, മൂത്രം, രക്തം ഇതൊക്കെ ആക്കിയിട്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ രാമനെ കൂടി അയക്കണം, ലക്ഷ്മണനെയും കൂടി അയക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടപ്പോൾ രാജാവ് ആകെ തകർന്നു, തരിപ്പണമായി, മരിക്കുന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ കുലഗുരു വസിഷ്ഠനോട് ചോദിച്ചു. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ഇതുകൊണ്ടൊക്കെ നന്മേ വരികയുള്ളൂ, പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അവരെ കൂട്ടിക്കൊണ്ടുപോയത്. കുറേ അങ്ങോട്ട് പോയപ്പോഴാണ് താടക എന്ന് പറയുന്ന രാക്ഷസി വന്ന് അവരെ ഉപദ്രവിക്കാൻ വരികയാണ്. ആ സമയത്ത് രാമന് കാട്ടിക്കൊടുത്തു. ആ രാമൻ ഒരസ്ത്രം കൊടുത്തു, അവളെ ഇല്ലാതെയാക്കി. അങ്ങനെ പോയി ആ യാഗമൊക്കെ ഭംഗിയാക്കി കഴിച്ചു. അങ്ങനെ പോരുമ്പോഴാണ് 2-3 ദിവസം യാഗമൊക്കെ കഴിഞ്ഞു. മാരീചനും സുബാഹു എന്ന് പറയുന്ന രാക്ഷസന്മാർ വന്ന് സാധാരണത്തെ പോലെ ഈ വൃത്തികേട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതാ അവരാണ് കാണിച്ചു കൊടുത്തു വിശ്വാമിത്രൻ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ അവരെ രണ്ടാളെ ലക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അസ്ത്രം തൊടുത്തു വിട്ടു. സുബാഹു അപ്പം മരിച്ചു വീണു. മാരീചൻ മായാവിയാണ്, അവൻ അസ്ത്രത്തിനൊക്കെ മാറിപ്പോയി സമുദ്രത്തിൽ ഇറങ്ങി അവിടെയും എത്തിച്ചേർന്നു ഈ അസ്ത്രം. രക്ഷല്ലാതെ ആയ സമയത്ത് അങ്ങനെ ഏതായാലും അന്ന് തുടങ്ങി മാരീചൻ ശ്രീരാമൻ്റെ ഭക്തനായി മാറി. അങ്ങനെയാണ് അവസാനം യജ്ഞമൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ അച്ഛനും അമ്മയ്ക്കൊക്കെ ഞങ്ങളെ കാണാനായിട്ട് വളരെ വിഷമമുണ്ടാവും, പോവുക എന്ന് പറഞ്ഞു. അന്നാണ് സീതാദേവിയുടെ വിവാഹം. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയംവരം, സ്വയം ഭർത്താവിനെ സ്വീകരിക്കുക. അതിന് ചില യോഗ്യതകളൊക്കെ വേണം. അവിടെ പരമശിവനാൽ പൂജിക്കപ്പെടുന്ന ഒരു മഹാവില്ലുണ്ട്. ആ വില്ല് ആരാ വലിച്ചു മുറിക്കുക? ആ മുറിക്കുന്ന ആൾക്കാണ് സീതേനെ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് ജനക മഹാരാജാവിന് ഒരു നിശ്ചയമുണ്ട്. ആ ദിവസമാണ് നമുക്ക് അതിൽ പോകാം. അതിൽ പോയാൽ ഈ വിവാഹം കൂടി കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ ഈ കുട്ടികളെ കൂട്ടി പോകുന്നത് എവിടേക്കാണെന്നറിയോ? ജനക മഹാരാജാവിൻ്റെ രാജ്യം. ആ സമയത്താണ് ഈ യാഗശാലേൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പാറ കിടക്കുന്നുണ്ട്. ആ പാറ ഗൗതമൻ എന്ന് പറഞ്ഞ മഹർഷി തൻ്റെ ഭാര്യനെ ശപിച്ചു പാറയാക്കിയതാണ്. ശ്രീരാമൻ്റെ പാദസ്പർശം ഏൽക്കില്ലെന്ന് നമുക്ക് മോക്ഷം വരട്ടെ എന്ന് പറഞ്ഞു. ആ പാറ കാണിച്ചു കൊടുത്തു. ബാബുഖാൻ്റെ കാല് വെച്ചു. അതോടുകൂടി അഹല്യയായി മാറി. അഹല്യ ശ്രീരാമനെ സ്തുതിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് മിഥിലയിലേക്ക് പോകുന്നത്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഇറങ്ങി വരികയാണെന്നാണ് ജനക മഹാരാജാവിന് തോന്നിയത്. വിശ്വാമിത്രൻ്റെ ഒപ്പം രാമനും ലക്ഷ്മണനും ചെല്ലുന്നത് കണ്ടത്. അപ്പോൾ ഇവരെ ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ യാഗം രക്ഷിക്കാൻ വേണ്ടി ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ദശരഥ മഹാരാജാവിൻ്റെ മക്കളാണ്. ഇയാളുടെ പേര് രാമനാണ്, ഇയാളുടെ പേര് ലക്ഷ്മണനാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ആ യാഗശാലയിൽ അന്നാണ് സീതാദേവീൻ്റെ സ്വയംവരം. വലിയൊരു വില്ല് 10,000 ആൾക്കാർ കൂടിയിട്ടാണ് ഈ സദസ്സിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ആ വെല്ലെടുക്കാമോ മുറിക്കാമോ എന്നൊക്കെ ചോദിക്കുകയാണ് വിശ്വാമിത്രൻ. അപ്പോൾ ചോദിക്കും, സാധിക്കുകയാണെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞ് വളരെ ലളിതഭാവത്തിലാണ് രാമൻ സംസാരിച്ചത്. അവസാനം പിന്നെ അഹങ്കാരികളായിട്ടുള്ള ആൾക്കാരൊക്കെ ചെന്ന് ഈ വില്ലെടുക്കാൻ ഒരു പ്രയാസമില്ല, വലിച്ചു പൊട്ടിക്കാൻ വിചാരിച്ച് ഓടി ചെല്ലുക. പക്ഷേ അവർക്കത് അനക്കാൻ പോലും സാധിക്കാതെ വന്നു. പിന്നെ അവർ പോയി അടങ്ങിയിരിക്കുക, നാണം കെട്ടിയിരിക്കുക. ആ സമയത്താണ് ഈ രാമൻ, ചെറിയ കുട്ടിയാണ്. ആ രാമൻ വിശ്വാമിത്രനെ നമസ്കരിച്ചു. ആ വില്ലിന് ചെന്നു, വില്ലിന് നമസ്കരിച്ചു. 3 പ്രദക്ഷിണം വെച്ചു. ഒരു പുഷ്പം ഭൂമിയിൽ നിന്ന് എടുക്കുന്ന മാതിരി എടുത്തു, വലിച്ചു, പൊട്ടിച്ചു. ആ ശബ്ദം കേട്ടപ്പോൾ എന്തുണ്ടായി എന്നറിയോ? ഇടി വെട്ടുന്ന സമയത്തൊക്കെ ഭയമുള്ളൊരു ജീവിയുണ്ട്. ഏതാ അറിയോ? ഏതാ? പാമ്പ്. പാമ്പിന് ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ. ഉരകം തന്നെ എന്താ? സർപ്പം. സർപ്പത്തിന് ഭയങ്കര പേടിയാണ്. ഈ സമയത്ത് ഇടി വെട്ടുക, കാറ്റ്, മഴ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സന്തോഷമുള്ളൊരു ജീവിയുണ്ട്. അതേതാണെന്നറിയോ?
അതേതാ അറിയോ? പറയണ്ടോ? എന്താ കുട്ടികൾ പറയുന്നുണ്ട്? മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. ഏതായാലും അങ്ങനെയാണ് പിന്നെ അവര് പിന്നെ വിവാഹം നടന്നിട്ടുള്ളത്. അപ്പോൾ ആരുമില്ല അവിടെ. ആരുള്ള അവിടെ? ലക്ഷ്മണൻ മാത്രമേ ഉള്ളൂ. പിന്നെ രാമൻ്റെ കുടുംബമൊക്കെ ഒക്കെ ഇവിടെയാണ്, അയോധ്യയിലാണ്. പെട്ടെന്ന് തന്നെ ആ രാജാവും വിശ്വാമിത്രനും കൂടിയിട്ട് ഏറ്റവും വിശ്വാസം വരുന്ന ഒരു പിന്നെ ഭടനെ പറഞ്ഞയച്ചു, ഏറ്റവും വേഗതയുള്ള ഒരു കുതിരപ്പുറത്ത്. എന്നിട്ട് പോയി അവിടെ ചെന്ന് വിവരമൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി ദശരഥ മഹാരാജാവും ഭാര്യമാരും കുടുംബങ്ങളും സൈന്യങ്ങളും ഒക്കെ കൂടി വരികയാണ്. എന്നിട്ട് ജനക മഹാരാജാവിനോട് പറയാണ്, ജനക മഹാരാജാവ് പറയാണ്, തനിക്ക് 4 പുത്രന്മാരുണ്ടല്ലോ, എനിക്ക് 4 പെൺകുട്ടികളുണ്ട്. അങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ 4 കുട്ടികളെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സീത, പിന്നെ ഊർമിള, പിന്നെ അങ്ങനെ മറ്റുള്ളവരുടെ പേരറിയോ? ഏതായാലും പിന്നെ അവരെ പിന്നെ എല്ലാവരെയും കല്യാണം കഴിച്ച് അങ്ങനെ സന്തോഷത്തോടു കൂടി അയോധ്യയിൽ വന്ന് ആ വരുന്ന സമയത്താണ് മറ്റൊരു തടസ്സമുണ്ടായി. അത് കേട്ടിട്ടുണ്ടോ? പരശുരാമൻ എന്ന് പറയുന്ന ഒരാൾ ഈ ശ്രീരാമൻ അവിടെ വില്ലൊടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെ പിന്നെ ആ സമയത്ത് പരശുരാമൻ വഴിയിൽ കണ്ടു. വഴിയിൽ കാണുന്നതിൻ്റെ മുമ്പേ തന്നെ ദുർനിമിത്തങ്ങൾ കുറേ കണ്ടു. അപ്പോൾ ദശരഥ മഹാരാജാവിനോട് ചോദിച്ചു, എന്താണ് ദുർനിമിത്തങ്ങൾ കാണുന്നത് എന്ന് വസിഷ്ഠനോട് ചോദിച്ചു. അപ്പോൾ പറയും, നമുക്ക് തൽക്കാലം ഒരു ഭയം ഉണ്ടാവും, ഇതുകൊണ്ട് നന്മ ഉണ്ടാവുള്ളൂ എന്ന് മുന്നോട്ട് പോയിട്ട് ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ, നീയല്ലേ ആ ശിവൻ്റെ പിന്നെ ദ്രവിച്ച പഴയ ഉറപ്പില്ലാത്ത വില്ല് മുറിച്ചത്? എൻ്റെ കയ്യിലുണ്ട് ഒരു വില്ല്, ഇത് വൈഷ്ണവ വില്ലാണ്, വിഷ്ണുവിൻ്റെ വില്ലാണ്, ഇത് മുറിച്ചില്ലെങ്കിൽ എന്നെ കൂട്ടത്തോടു കൂടി കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് വഴിയിൽ തടുത്തു നിർത്തി. അപ്പോൾ ലളിത ഭാവത്തോടു കൂടി വില്ലിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാക വേണ്ട എന്നൊക്കെ പറഞ്ഞത് വാങ്ങി. അത് വാങ്ങിയതോടുകൂടി പിന്നെ പരശുരാമൻ്റെ അഹങ്കാരങ്ങളൊക്കെ മാറി. മഹാവിഷ്ണുവിൻ്റെ വില്ല് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? ഈ രാമനാരാണ്? മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിൻ്റെ വില്ലാണത്. അപ്പോൾ പിന്നെ പല തരത്തിൽ പരശുരാമൻ ശ്രീരാമനെ നമസ്കരിച്ച് അഹങ്കാരങ്ങളൊക്കെ ഇല്ലാതെയായി. അതിൻ്റെ ഈ പിന്നെ അയാൾ ധാരാളം തപസ് അനുഷ്ഠിച്ചിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നു. ആ തപസ്സിൻ്റെ ശക്തിയൊക്കെ ശ്രീരാമനിൽ സംക്രമിപ്പിച്ച് അങ്ങനെ പോയി. ഈ രാവണനെ വധിക്കാൻ ഇതൊക്കെ ആവശ്യമാണെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് സുഖമായിട്ട് അയോധ്യയിൽ പോയിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പിന്നെ അവർ സുഖമായിട്ട് ജീവിക്കുന്ന ആ ഭാഗത്തിനെയാണ് പറയുക രാമായണത്തിൽ ബാലകാന്ഡം. ബാലൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? കുട്ടിക്കാലം. ബാലിക ബാലന്മാർ പറഞ്ഞാൽ ആൺകുട്ടികളെ പെൺകുട്ടികളൊക്കെ പിന്നെ കുട്ടിക്കാലത്തിനെയാണ് ബാലിക ബാലന്മാർ എന്ന് പറയുക. കുട്ടിക്കാലത്താണ് ബാലൻ. യുവാവുന്ന സമയത്താണ് പിന്നെ അതൊക്കെ അല്ല. അപ്പോൾ ഇനി ഇത്രയും കഥ ബാലകാന്ഡം വളരെ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വായിക്കുമ്പോൾ എത്ര ദിവസം വായിക്കേണ്ടിയിരുന്ന അറിയോ? വായിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ ഒരു 4-5 ദിവസം വേണ്ടി വരും. അപ്പോൾ വളരെ ചുരുക്കി അവിടെ ഇവിടെയൊക്കെ മാത്രം കുറച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കൂടിയിരുന്നു. ഇനി കുറച്ച് നേരം ഒന്ന് എഴുന്നേറ്റിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി ഇരിക്കാം. ഒന്ന് എഴുന്നേറ്റോളി. ഞാൻ ഒന്ന് പുറത്തിറങ്ങി വരിക എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്തിട്ട് പിന്നെ ഇരിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇരിക്കാം. എന്താണ് ദക്ഷിണയ്ക്ക് മാത്രമുള്ള ഗുരുവൊന്നും ഞാനായിട്ടില്ലല്ലോ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. അപ്പൊ കുട്ടികളോട് എല്ലാരോടും ഒരു കാര്യം പറയാനുള്ളത്, പഠിപ്പിച്ച ഗുരുവാണിത്. ഞാൻ ബാലഗോകുലത്തിൽ പഠിച്ചതേന്നു. അപ്പൊ അന്ന് കുറച്ചു കാലം മാത്രം ബാലഗോകുലം പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ പഠിച്ച അറിവ് ഇന്നും എന്റെ ഉള്ളിലുണ്ട്.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കൂടെ നിർത്താം. ഭഗവാനെ കിട്ടണമെങ്കിൽ ബാലഗോകുലത്തിലൊക്കെ പഠിച്ച് ഒരുപാട് പേരുകളിൽ നമ്മൾ എത്തണം. അപ്പൊ എല്ലാ ആഴ്ചയിലും എല്ലാവരും ബാലഗോകുലത്തിന് വരിക, എല്ലാ കഥകളും പാട്ടുകളൊക്കെ പഠിക്കുക. പിന്നെ ഇപ്പൊ മുപ്പര് ചോദിച്ചില്ലേ ഭഗവത്ഗീതയുടെ ശ്ലോകം അറിയുമൊക്കെ, അതൊക്കെ അന്ന് പഠിച്ചതാണ്. കുറെ ശ്ലോകങ്ങൾ കാണാതെ അറിയാം. അപ്പൊ എല്ലാരും പഠിക്കുക ബാലഗോകുലത്തില്. ഇത്രേ ഉള്ളൂ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. എല്ലാ ആഴ്ചയും വരണട്ടോ എല്ലാരും.